കാസർഗോഡ് കോണ്ടന്റ് ക്രിയേറ്ററെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ആദൂർ സ്വദേശി ചിന്നു പാപ്പു എന്നറിയപ്പെടുന്ന രേഷ്മയാണ് മരിച്ചത്. സംഭവത്തിൽ കാസർഗോഡ് ടൗൺ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദൂർ ആലന്തടുക്ക സ്വദേശിയാണ് ചിന്നു പാപ്പു എന്നറിയപ്പെടുന്ന കെ രേഷ്മ. ഗംഗാധരൻ ശൈലജ ദമ്പതികളുടെ മകൾ. ഉളിയത്തടുക്കയിലെ വാടക ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. മുറിയിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. 1 മാസം മുമ്പ് വിവാഹമോചിതയായിരുന്നു. 4 വയസ്സുള്ള ആൺകുട്ടിയുണ്ട്. മരിക്കാനുള്ള കാരണം വ്യക്തമല്ല. തൂങ്ങി മരിച്ചു എന്നുള്ളത് അമ്മച്ചി വിളിച്ചിട്ട് പറയുമ്പോഴാണ് ഞമ്മക്ക് അറിഞ്ഞത്. വീട്ടിലായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഓന വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിന്ന്. ഒരു കൊല്ലത്തിന്റെ അടുത്തായി. അല്ല, വാതിൽ തുറന്നിട്ട് തന്നെ ഉണ്ടായി. തൂങ്ങി കിടക്കുമ്പോൾ വാതിൽ തുറന്നിട്ടുണ്ടായി. ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറെ സജീവമായിരുന്നു 24 വയസ്സുകാരി. യുവതിക്ക് 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. തനത് കാസർഗോഡ് ഭാഷയിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചിന്നു പാപ്പുവിന്റെ നിരവധി വീഡിയോകൾ വൈറലായി മാറിയിരുന്നു. പ്രാദേശിക വിഭവങ്ങളെയും നാടൻ ഭക്ഷണത്തെയും എല്ലാം തനിമ ചോരാതെ പരിചയപ്പെടുത്തുന്ന ചിന്നു പാപ്പുവിന്റെ വീഡിയോകൾക്ക് ലക്ഷങ്ങളാണ് കാഴ്ചക്കാരായുള്ളത്. ചോറ് ബസല തിക്കത്തുണ്ട്. നിങ്ങളെ നാട്ടിൽ ഇനി എന്ത് പേര് പറയുമെന്ന് ജസ്റ്റ് കമന്റ് ഇട ബസല എന്ന് പറയും. ഇതിൽ ചിക്കൻ കറിയല്ലേ വെക്കുന്നത്. പക്ഷെ ഇന്ന് ഞമ്മ നോർമല് തേങ്ങ എല്ലാം അരച്ചിട്ട് ഒരു കറി വെച്ചെങ്ങണ്ടേ. മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് കാസർഗോഡ് പോലീസ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.